ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീ മുരുകന് അനേകം നാമങ്ങളുണ്ട്. സുബ്രഹ്മണ്യൻ, ശ്രീ മുരുകൻ, സെന്തിൽനാഥൻ, കാർത്തികേയൻ, അറുമുഖൻ, ഷൺമുഖൻ, ജയന്തിനാഥർ, ഇതൊക്കെ ഭഗവാന്റെ അനേകം നാമങ്ങളിൽ കുറച്ച് നാമങ്ങളാണ്. ഈ പേരുകൾക്കൊക്കെ വലിയ വലിയ അർത്ഥങ്ങളും ഉണ്ട്. ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീ മുരുകന്റെ സുബ്രഹ്മണ്യൻ എന്ന നാമത്തിന്റെ അർത്ഥം അറിയാം. സുബ്രഹ്മണ്യൻ എന്ന നാമത്തിൽ സു എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സുദർശന ചക്രം, സുദർശനം. അതുപോലെ സുബ്രഹ്മർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണോ അതിനെയാണ് സു എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മം എന്നത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അതീതമായിട്ടുള്ളത്, എറ്റേണൽ റിയാലിറ്റി എന്നതാണ് നമ്മൾ ബ്രഹ്മത്തെ പറയുന്നത്. ബ്രഹ്മജ്ഞാനം, ബ്രഹ്മാവ്, പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഏറ്റവും എല്ലാത്തിലും അതീതമായിട്ടുള്ളത് എന്താണോ അത് തന്നെയാണ് ബ്രഹ്മം. അപ്പൊ സുബ്രഹ്മണ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മത്തെ തന്നിൽ ഉൾക്കൊണ്ട് ഇരിക്കുന്ന ആരാണോ അദ്ദേഹമാണ് സുബ്രഹ്മണ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീമുരുകനെ ഇത്തരം ഒരു നാമം വരാനായിട്ട് കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നും തന്നെയല്ല, അദ്ദേഹം ഭഗവാൻ ശിവശങ്കരന്റെയും പാർവതീ ദേവിയുടെയും അംശമാണ് എന്ന് തന്നെയാണ്. ശിവൻ എന്ന് വെച്ചാൽ ഒരു പൂർണ്ണ ജ്ഞാനത്തിന്റെ ഒരു ഉറവിടമാണ്, എന്നാൽ പാർവതീ ദേവി എന്നാൽ ശക്തിയുടെ ഉറവിടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ജ്ഞാനവും ശക്തിയും ഒന്നു ചേരുമ്പോഴാണ് സുബ്രഹ്മണ്യൻ ഉണ്ടായിത്തീരുന്നത്.